ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചീരത്തോരൻ തയ്യാറാക്കിയാലോ. അതും പച്ച കളറിലെ ചീര വെച്ചുള്ള ഒരു തോരനാണ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അത് ഈ കാണിച്ചിരിക്കുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ ഒരു ബൗൾ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു 4 പച്ചമുളക്, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് വരാം. ഇതേപോലെ ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് വരണം. ഇനി നമുക്ക് അടുത്തായിട്ട് കുക്കിങ്ങിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക്. ചീനിച്ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഒരല്പം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ച് എടുക്കുക. ഒരു കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് വേണ്ടവർക്ക് ഉഴുന്ന്, പരിപ്പ് ഇതൊക്കെ വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവൻ ചീരയും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് കൂടി പോവരുത്. ഇലത്തോരനായതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ഇടാവൂ. അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പ് രസം നമുക്ക് തോന്നും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നീട് ഒന്ന് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മുടെ ചീരത്തോരൻ ഇവിടെ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനധികം സമയമൊന്നും വേണ്ടി വരത്തില്ല ചീരത്തോരന്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ബൈ.